ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ പ്രശംസയും വിമർശനങ്ങളും ഒരുപോലെ ലഭിച്ചിട്ടുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് അൻസിബ ഹസൻ. അധികം ഒച്ചപ്പാടുകളും ബഹളവും ഒന്നും ഉണ്ടാക്കാത്ത ഒരു മത്സരാർത്ഥി എന്നതാണ് അൻസിബയുടെ പ്രത്യേകത. തനിക്കതിനൊന്നും താല്പര്യമല്ല, താൻ ഇങ്ങനെ തന്നെയാണ്, ഒരുപക്ഷെ ബിഗ് ബോസ് വീട്ടിൽ ഗെയിം കളിക്കാത്ത ഒരാൾ താനായിരിക്കുമെന്നും അൻസിബ തന്നെ പറയാറുണ്ട്. എന്നാൽ അതേ സമയം തന്നെ തന്റേതായ ഒരു ഗെയിം സ്ട്രാറ്റജി അൻസിബ ഹസൻ രൂപപ്പെടുത്തുന്നുമുണ്ട്. അധികവും സ്വന്തം റൂമിനകത്തു തന്നെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ അൻസിബ. എന്നാൽ ഇപ്പോൾ അൻസിബ പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരം നിരവധി സംഭവങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടന്നിരുന്നു. കിച്ചൺ ടീമിലായിരുന്ന ജാസ്മിൻ ജോലി ചെയ്യാതെ ഉഴപ്പി നടക്കുകയായിരുന്നു. ഇതേ തുടർന്ന് അൻസിബ ഒറ്റയ്ക്കായിരുന്നു അടുക്കളയിലെ ജോലികൾ ചെയ്തത്. ഇതിന്റെ പേരിൽ അൻസിബയും ജാസ്മിനും തമ്മിൽ വലിയ തർക്കവും ഉണ്ടായി. മാത്രമല്ല, വീക്കെൻഡ് എപ്പിസോഡിൽ അവതാരകനായ മോഹൻലാൽ ഇക്കാര്യം ചോദിക്കുമ്പോഴും അൻസിബ നല്ല രീതിയിൽ തന്നെ ജാസ്മിനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ ജിൻഡോയ്ക്കെതിരെ ജാസ്മിനും ശ്രീധവും എത്തിയപ്പോഴും അൻസിബ അത് പൊളിച്ചെടുക്കുന്നുണ്ട്. അൻസിബയുടെ മാന്യതയുള്ള വ്യക്തിത്വമാണ് അവിടെ വെളിപ്പെട്ടതെന്ന് പറയുകയാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ. ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത് പറയുന്നത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഞാൻ ഒറ്റയ്ക്കാണ് ചോറ് വെച്ചതെന്ന് ജിൻഡോ ചേട്ടൻ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാതെ കള്ളത്തരമാക്കിക്കൊണ്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രീധുവും ജാസ്മിനും ശ്രമിച്ചിരുന്നു. അപ്പോൾ അൻസിബ ഉണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞ് ജാസ്മിനും ശ്രീധുവും ജിൻഡോ ചേട്ടനോട് തർക്കിച്ചതും അൻസിബ കിച്ചൺ ഏരിയയിലേക്ക് കടന്നു വന്ന് അവരോട് സത്യസന്ധമായി നടന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ജിൻഡപ്പൻ ഒറ്റയ്ക്കാണ് ചോറ് വെച്ചത്, ഞാൻ ഇടയ്ക്ക് വന്ന് സഹായിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി ജിൻഡപ്പൻ പോയി റെസ്റ്റ് എടുത്തോളൂ. അവിടെ തർക്കിച്ച് കുളമാക്കണോ ഞാനെന്ന ഭാവത്തിൽ സംസാരിക്കാനോ രംഗം വഷളാക്കി ചുളുവില ക്രെഡിറ്റ് എടുക്കാനോ ഒന്നും അൻസിബ നിന്നില്ല എന്നതാണ് ഹൈലൈറ്റ്. ഈ വ്യക്തിത്വത്തെ ചുമ്മാ ഇഷ്ടമായതല്ല, സത്യസന്ധതയും നിലപാടുകളും പോയിന്റ് പറഞ്ഞുള്ള സംസാര ശൈലിയും ആർക്കു മുൻപിലും തല താഴ്ത്താതെയുള്ള ആറ്റിറ്റ്യൂഡും എല്ലാ കാര്യത്തിലും തൻ്റെതായിട്ടുള്ള ക്ലാരിറ്റിയുമാണ് ഇവിടുത്തെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാണ് സെബിൻ വാളൂക്കാരന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. അതേസമയം അല്പം ഉൾവലിഞ്ഞു നിൽക്കുന്ന മത്സരാർത്ഥിയാണെങ്കിലും പ്രേക്ഷക പിന്തുണയിൽ ഏറെ മുന്നിലുള്ള ആൾ കൂടിയാണ് അൻസിബ. സോഷ്യൽ മീഡിയയിലെ പ്രമുഖ ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പുകളിൽ നടന്ന ഒരു പോളിൽ മികച്ച മത്സരാർത്ഥി ആര് എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് അൻസിബയ്ക്കായിരുന്നു. ജാസ്മിൻ വിരുദ്ധർ ഒന്നടങ്കം പോൾ ചെയ്തതുകൊണ്ടാണ് അൻസിബയ്ക്ക് ഇത്തരത്തിലുള്ളൊരു വലിയ വിജയം നേടാൻ സാധിച്ചതെന്നാണ് ജാസ്മിൻ ആരാധകർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ വീടിനുള്ളിൽ ജോലി ചെയ്യാതെ മുഴുവൻ സമയവും ഗബ്രിയുമായി ചേർന്നിരിക്കുന്നതാണ് ജാസ്മിന് തിരിച്ചടിയായി മാറിയതെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം 19 മത്സരാർത്ഥികളുമായി മാർച്ച് 10 ആരംഭിച്ച ബിഗ് ബോസ് ഷോയിൽ നിലവിൽ 17 പേരാണുള്ളത്. എന്നാൽ എവിക്റ്റ് ആയത് 2 പേരല്ല. 6 വൈൽഡ് കാർഡുകൾ വന്നതിൽ നിന്ന് തന്നെ ആരോഗ്യപരമായ കാരണങ്ങളാൽ 2 പേർ ഷോയിൽ നിന്നും പുറത്തേക്ക് പോയി. മുന്നോട്ടുള്ള ദിവസങ്ങൾ ടൈറ്റിൽ വിജയിയെ കണ്ടെത്താനുള്ള ഫിസിക്കൽ ടാസ്കുകൾ ഉൾപ്പെടെയുള്ള കടുത്ത ഗെയിമുകളുടെ ദിവസങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.